സുഹൃത്തുക്കളെ, നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതി നമുക്ക് ഒരുപാട് ചിന്തകളെ നമുക്ക് നൽകും. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു ചിന്ത, വാസ്തവത്തിൽ വിജയമോ പരാജയമോ ഉണ്ടോ ഇല്ലയോ? പ്രകൃതിയിൽ ഞാൻ നോക്കിയിട്ട് വിജയവും പരാജയവും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഈ വിജയവും പരാജയവും മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്ന, അവനിലുള്ളിലുള്ള അവന്റെ സംതൃപ്തിക്ക് വേണ്ടി അവൻ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ചില പദപ്രയോഗങ്ങളാണ് വിജയവും പരാജയവും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇതിലൂടെ ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത് ചില ചിന്തകൾ തരിക എന്നത് മാത്രമാണ്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സ്പർശനമായിട്ട് സാന്ത്വനമായിട്ടൊക്കെ ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. എങ്കിലും ഞങ്ങൾക്ക് തോന്നിയ ചില ചിന്തകൾ, ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ നിങ്ങളുമായി മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. ശരിക്കും വിജയവും പരാജയവും ഇല്ല. ക്രിസ്തു ഒരിക്കലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല വിജയവും പരാജയവും എന്ന വാചകം എന്ന ആ വാക്ക്. ബുദ്ധനും ഉപയോഗിച്ചിട്ടില്ല വിജയവും പരാജയവും. എല്ലാം നന്മയാണ്, എല്ലാം തിന്മയാണ് എന്ന പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തിന്മ, നന്മ, ശരി, അത് നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രവിച്ചിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ വിജയവും പരാജയവും മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതല്ലേ? ഞാൻ ജീവിതത്തിൽ എവിടെയെങ്കിലും തോറ്റുപോയാൽ, ഞാൻ ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ, തളർന്നാൽ, ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വന്നാൽ അതിനെ പരാജയമായി കാണുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. എന്തുകൊണ്ട് അതിനെ നമ്മൾ പരാജയമായി കാണുന്നു? അത് മറ്റൊരു നന്മയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു വഴിയായി അതിന് കണ്ടുകൂടെ? അതായത്, ഞാൻ നന്നായി പഠിച്ചു, പക്ഷെ എങ്ങനെയോ എൻ്റെ മാർക്ക് ഭയങ്കരമായി കുറഞ്ഞു. ആ കുറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചെയ്യാതെ, അയ്യോ ഞാൻ ജീവിതത്തിൽ അപ്പാടെ പരാജയപ്പെട്ടു പോയി, പ്ലസ് ടു പരീക്ഷയിൽ എൻ്റെ മാർക്ക് കുറഞ്ഞു, 10ാം ക്ലാസ്സിൽ എൻ്റെ മാർക്ക് കുറഞ്ഞു, ഞാൻ എന്തോരം അധ്വാനിച്ചതാ എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥി സമൂഹത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അത് വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലുള്ള പരാജയം മറ്റൊന്നിൻ്റെ വിജയമാണ്. എല്ലാ പരാജയങ്ങളും വിജയത്തിലേക്ക് എത്തിക്കുന്നു. ഈ പരാജയവും വിജയവും എന്ന പദപ്രയോഗം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഒരുപാട് നമ്മുടെ നമ്മുടെ മനസ്സ് വളരെ സ്ട്രെസ്സിൽ നിന്നും, അമിതമായിട്ടുള്ള ദുഃഖത്തിൽ നിന്നും, വേവലാതിയിൽ നിന്നും, വ്യാകുലതയിൽ നിന്നെല്ലാം വിമുക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുതൽ നമുക്ക് വിജയവും പരാജയവും എന്ന സങ്കല്പമില്ലാതെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതും അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ അംഗീകരിക്കുക, അതിനെ അംഗീകരിച്ച് മുന്നേറാൻ, മറ്റൊരു നന്മയിലേക്ക് ആ പരാജയം നയിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ ഈ പങ്കുവെച്ച ചിന്തകൾ ഒന്ന് നിങ്ങൾ ഇന്ന് ചിന്തിക്കുക, ചിന്തിച്ച് അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാണോ? എൻ്റെ ഒരു ചിന്തയിൽ നിന്ന് എനിക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടിയ ഒരു വസ്തുതയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പരാജയമോ വിജയമോ ഇല്ല, എല്ലാം ഒന്ന് തന്നെ. ജീവിതത്തിൽ ദുഃഖമായാലും സന്തോഷമായാലും അതിനെല്ലാം ഓരോ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. എന്തിനേയും സമചിത്തതയോടെ, ഒരു സമാനാനുഭൂതിയോടെ കാണുവാൻ നമ്മൾ ശ്രമിക്കുക. പ്രകൃതിയിലേക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളും ഇതുപോലെ ചെയ്യും. നാളത്തെ പൗരന്മാരാവുമ്പോൾ, നാളത്തെ ഭാവിയിലെ വാഗ്ദാനങ്ങളായ നമ്മൾ തീർച്ചയായും ഇത്തരമൊരു ചിന്താഗതിയിലേക്ക് കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.